ഹലോ, ഇന്ന് നമുക്ക് ചക്കക്കുരു മാങ്ങ കറി വെക്കാവേ. അപ്പം ചക്കക്കുരുവിൻ്റെ തോലെല്ലാം എടുത്ത് കളഞ്ഞ് മാങ്ങയുടെ തോലെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വരാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, നന്നായിട്ട് വേകട്ടെ. അപ്പം ചക്കക്കുരു വേകാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അരച്ചെടുക്കാം. തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം, കരിയേപ്പില ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ അരച്ചിട്ട് വരാം. ചക്കക്കുരു ഒരുവിധം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയും ചക്കക്കുരുവും കൂടി നന്നായിട്ട് വെന്ത് വരുന്നത് വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചക്കക്കുരു മാങ്ങ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് അരപ്പും ചക്കക്കുരു മാങ്ങയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ലേശം ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പിൻ്റെ കുറവുണ്ട്. ഈ ചക്കക്കുരുവും മാങ്ങയൊക്കെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും വലുതായിട്ട് ആരും ഉപയോഗിക്കത്തില്ല. നമുക്ക് കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെന്ത് പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ചക്കക്കുരു മാങ്ങയിലേക്ക് കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലേക്ക് അടിയിൽ പോയോ? കറിവേപ്പില കറിയുടെ മുകളിൽ ഉണ്ടെങ്കിലേ ഒരു കാണാനൊരു ഭംഗിയുള്ളൂ. ബാക്കിയുള്ള കറിവേപ്പിലേക്ക് അടിയിലേക്ക് പോകുന്നു കറിയുടെ. ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.